ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെന്നൈക്ക് പോകുന്നൊരു ബ്ലോഗാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ട്രെയിനും വന്നു കേട്ടോ. കുറേ നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. നമ്മൾ പ്ലാറ്റ്ഫോമൊക്കെ നോക്കി വന്നപ്പോഴും ട്രെയിൻ എത്തി കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു, നമ്മൾ വേഗം കയറി. നൈറ്റായിരുന്നു, എനിക്ക് വീഡിയോ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ചെന്ന് വേഗം കിടന്നുറങ്ങി കേട്ടോ. അവിടെ തന്നെ നമുക്ക് ബെഡ്ഷീറ്റും അതുപോലെ ബ്ലാങ്കറ്റും ഉണ്ടായിരുന്നു. അതൊക്കെ വിരിച്ച് വേഗം കിടന്നുറങ്ങി. പിന്നെ മോർണിംഗ് ആയപ്പോൾ ഒരു ചായ പാസ്സാക്കി കേട്ടോ. അപ്പോൾ കോഫി ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലൊക്കെ കോഫി കുടിക്കുന്നവർ, ഫോട്ടോസൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ മോൾ എണിച്ചു. അപ്പോൾ ഇതുവൊക്കെ വേണ്ടിയിട്ട് വേഗം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡും അതുപോലെ തന്നെ ചിക്കൻ കടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേഗം കഴിച്ചു. അപ്പോൾ അവളും ഞങ്ങൾ കൂടെ ഇരുന്നിട്ട് ഒരു ബ്രെഡ് കഴിച്ചു കേട്ടോ. ഒരു ബ്രെഡ് ഫുള്ളായിട്ട് കഴിച്ചില്ലെങ്കിലും സൈഡൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സെൻറ്റർ പോർഷൻ മാത്രമാണ് അവൾ കഴിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് വെച്ചപ്പോൾ ഇഡ്ഡലി കണ്ടു കേട്ടോ. അവൾ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം തന്നെ കറക്റ്റ് ടൈം എന്ന് വെച്ചിട്ട് ഞങ്ങൾ വേഗം ഇഡ്ഡലിയൊക്കെ ഓപ്പൺ ചെയ്ത് ആ ഒരു ചെറിയ പ്ലേറ്റിലായിരുന്നു കേട്ടോ. ഇഡ്ഡലിയും ഇവിടെ ഒരു വടയും ഒക്കെ ഉണ്ട് കേട്ടോ, ഉഴുന്ന് വട. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാം. എനിക്ക് വലിയ ഇഷ്ടമായില്ല, അവൾ തന്നെ എങ്ങനെ കഴിച്ചെന്ന് അറിയില്ല. എന്നിട്ട് പിന്നെ ഇഡ്ഡലി കൊടുത്തു. പഴവും അതുപോലെ തന്നെ പേരയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് മാത്രം കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് മേടിച്ചത് അതേപോലെ അവളൊന്നും കഴിച്ചില്ല. പിന്നെ അത് മാനു കഴിക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ചെന്നൈയിലെത്തി നമ്മൾ ഇറങ്ങി. അപ്പോൾ എനിക്ക് ട്രെയിൻ ഇറങ്ങുന്ന ഒരു പോർഷനൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല കേട്ടോ, തിരക്കായിരുന്നു. അപ്പോൾ അതാ ഇതുപോലെ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് അടുത്ത ഒരു റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം നമുക്ക് താമരക്കുള്ള ഒന്നെങ്കിൽ ബസ്, അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതുപോലെ ലോക്കൽ ട്രെയിൻ കിട്ടും. അപ്പോൾ ബസ്സിന് വേണ്ടി നടന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞു ബസ്സിലാവുമ്പോൾ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ട്രെയിനിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ലോക്കൽ ട്രെയിനിൻ്റെ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ നിന്ന് നമ്മൾ ട്രെയിൻ കയറുകയാണ് ചെയ്തത്. അപ്പോൾ മുത്തുവിന് ചെറിയൊരു സ്നാക്സ് മേടിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ അത് വണ്ടിയിൽ അവിടെ ട്രെയിനിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ഉച്ചക്കൊന്നും അവൾ വല്ലാണ്ടൊന്നും കഴിച്ചില്ല. ആകെ 2-3 ചോറ്, അതും ഒരു രസമില്ല സത്യം പറഞ്ഞു കേട്ടോ. ഇവിടുത്തെ ഫുഡ്, നമ്മളെ കേരള ഫുഡൊക്കെ എന്ത് ടേസ്റ്റ്. ഇവിടുത്തെ ഫുഡൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് പിടിക്കില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ശീലായി വരുന്നവർക്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമായില്ല. അപ്പോൾ നമ്മളെ കോഴി ബിരിയാണിക്ക് ഞാൻ നല്ല മിസ് ചെയ്തു. കാരണം ഇവിടെ നിന്ന് ചിക്കൻ ബിരിയാണി മേടിച്ച് 10 ദിവസമൊക്കെ ഉണ്ടായിരുന്നില്ല. കാരണം അത് മാത്രമേ എന്നാൽ ട്രെയിനിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവൾക്ക് ഇതുപോലെ ഒരു ചെറിയ സ്നാക്സ് മേടിച്ചപ്പോൾ വിശന്നിട്ടായിരിക്കും പാവം കഴിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് കൊടുത്തു. കുറച്ചൊക്കെ അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് വേഗം വയറ്റിലേക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാന്നുള്ള ഇതിൽ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു അങ്കിളാട്ടോ നമുക്ക് കറക്റ്റായിട്ട് വഴിയൊക്കെ പറഞ്ഞത്. വിചാരിച്ച സ്ഥലത്തൊക്കെ എത്തി. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. റൂമിൽ നിന്ന് നമ്മൾ ഇതുപോലെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. റൂം എടുത്ത് നമ്മൾ പിന്നെ ഫ്രഷൊക്കെ ആയി പുറത്തേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാൻ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ പോണ വഴി നമ്മൾ ഇവിടെ ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് ഇവിടെ നല്ലൊരു ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ അവിടെ പോയി പോണ വഴിയുള്ള ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഐസ്ക്രീം സ്ഥലത്ത് കയറിയിട്ടോ. ഒന്ന് തണുപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഇവിടെ മെയിനായിട്ടുണ്ടായിരുന്നത് ഫലൂഡയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫലൂഡ മേടിച്ചു. ഇതിലും വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇതുപോലെ. പിന്നെ നമുക്ക് നൈറ്റ് ഫുഡിൻ്റെ കാര്യമൊന്നും എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല കേട്ടോ, ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ മോള് കയ്യിലുള്ളതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ തിരിച്ച് റൂമിൽ വന്നപ്പോൾ എനിക്ക് ദോശ മേടിച്ചിട്ടാണ് വന്നത് കേട്ടോ, മസാല ദോശ. പിന്നെ ഇവിടുത്തെ മസാല ദോശേൻ്റെ പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് 2 മസാല ദോശ കഴിക്കാം കേട്ടോ. അത്രയും പ്രൈസാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ പിന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മസാല ദോശ നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാമ്പാറും അതുപോലെ തന്നെ ചട്നിയും പിന്നെ അതിലേക്കുള്ള കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ചെന്നൈയിലൊക്കെ ഫസ്റ്റ് ടൈം വരുന്നവരുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പുറത്ത് പോയ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ.